അങ്ങനെ ഈ കൂടുതൽ വോട്ട് കിട്ടിയ ആൾ തോറ്റുപോയി. കുറവ് വോട്ട് കിട്ടിയ എൻ്റെ സ്നേഹിതൻ തെരഞ്ഞെടുപ്പിലും ജയിച്ചു, കോടതിയിലും ജയിച്ചു. അദ്ദേഹം 5 കൊല്ലം പഞ്ചായത്ത് മെമ്പറായിട്ട് നാട്ടുകാരെ സേവിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇതെങ്ങനെ ജയിച്ചു കോടതിയിൽ എന്നുള്ളത് വേറെ ചോദ്യമാണ്, വേറെ വിഷയമാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ BJPയും 1 സീറ്റിൽ കോൺഗ്രസും ജയിക്കാനാണ് സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ കോൺഗ്രസ്സിന് വേല വയ്ക്കാൻ വേണ്ടിയിട്ട് BJPക്കാർ ഒരു സ്ഥാനാർത്ഥിയെ കൂടി നിർത്തി. അപ്പോൾ BJP സ്ഥാനാർത്ഥി നിർത്തിയാണെങ്കിൽ വെറുതെ നിർത്തുന്നതായിരിക്കില്ല, അവർ കോൺഗ്രസ്സിൽ നിന്ന് കുറച്ച് പേര് ചാക്കിട്ട് പിടിക്കും എന്നറിയാവുന്നുണ്ട്. കോൺഗ്രസ് MLA എല്ലാവരും റിസോർട്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ ഇവർ റിസോർട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അട്ടിമറി ഇവിടെ കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ്റെ നാമനിർദ്ദേശ പത്രിക ബഹുമാനപ്പെട്ട വരണാധികാരി, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ്, അദ്ദേഹം അത് തള്ളി കയ്യിൽ വെച്ച് കൊടുത്തു. അങ്ങനെ കോൺഗ്രസിൻ്റെ നോമിനേഷൻ പേപ്പർ തള്ളിപ്പോയി. അവർക്ക് ഡമ്മി സ്ഥാനാർത്ഥിയൊന്നും ഉണ്ടായിരുന്നില്ല. ഡമ്മി ഉണ്ടായിരുന്നെങ്കിൽ കളി മാറിയത്. പക്ഷേ രാജ്യസഭയ്ക്കൊന്നും ആരും ഡമ്മിയെ നിർത്താറില്ല, ആരുടെ കുറ്റമല്ല. ഈ നോമിനേഷൻ ഫില്ല് ചെയ്തതിൽ എന്തോ ചെറിയ തകരാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മീനാക്ഷി നടരാജനെതിരായിട്ട് തെലങ്കാനയിൽ ആരോ ഒരാൾ ഫയൽ ചെയ്ത ഒരു സ്വകാര്യ അന്യായമുണ്ട്. ഒരു അന്യായമായിട്ട് നിലനിൽക്കുന്നേ ഉള്ളൂ. അത് ഒരു കോടതി ഫയലിൽ സ്വീകരിച്ച് ഇവർക്ക് നോട്ടീസ് അയക്കുക, അങ്ങനത്തെ പരിപാടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു കേസായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ രഹസ്യം മറച്ചു വെച്ചു എന്നാണ് BJPക്കാർ പറയുന്നത്.